Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് 40ാമത്തെ കേരള ലഞ്ച് മെനു ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ മെനുവിൽ ഉണ്ടാക്കിയത് പൈനാപ്പിൾ കൊണ്ടൊരു മോരുകറി, കോളിഫ്ലവർ കൊണ്ടൊരു മസാല, പിന്നെ മീൻ വറുത്തതും ചോറും. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം പൈനാപ്പിൾ മോരുകറിക്ക് പൈനാപ്പിളും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പുറത്ത് ഞാൻ കോളിഫ്ലവർ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേകാൻ വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഈ സവാളയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കളർ മാറിയ ഉടനെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. അതൊന്ന് പച്ചമണം വിടുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പുറത്ത് പൈനാപ്പിൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളം വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ലോണം ഒരു തിള വരുമ്പോൾ അതിലേക്ക് നമുക്ക് മോര് അല്ലെങ്കിൽ തൈര് മിക്സിയിലിട്ട് അടിച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തിള വരുന്നവരെ നമുക്കിത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ട് ഗ്യാസിന് മാറ്റാം. ഇപ്പുറത്ത് ഉള്ളി കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാലയിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മസാല ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മസാല കോളിഫ്ലവറിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പുറത്ത് ഞാൻ കടുകും ഉലുവയും മുളകും കരിവേപ്പിലയും കൂടി മോരൊഴിച്ച് കൂട്ടാനിൽ വറുത്തിട്ടിട്ടുണ്ട്. കോളിഫ്ലവറിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി. അപ്പോൾ ഈ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.